Good morning, dear students. Now we are going to prepare the final accounts of a company. A question is given. Following is the trial balance of Aishwarya Limited as on 31st March 2019. Stock on 1/4/2018. That is opening stock. Purchases, salary, wages. Salary and wages are employee benefit expenses. Sundry debtors. Then sales, profit and loss account on 1/4/2018. That is opening for last year's profit. Sundry creditors, provision for taxation, advance tax. അപ്പോൾ മുൻകൂട്ടി അടച്ചിരിക്കുന്ന ടാക്സ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുക? അഡ്വാൻസ് ടാക്സ് നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസെറ്റ്സ് എന്നുള്ളൊരു ഹെഡിൽ ഷോർട്ട് ടേം അഡ്വാൻസസ് എന്നുള്ളൊരു ഐറ്റം ആയിട്ടാണ് നമ്മളിത് കാണിക്കേണ്ടത്. അഡ്വാൻസ് ടാക്സ് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസെറ്റ് എന്നുള്ള ഹെഡിൽ ഷോർട്ട് ടേം അഡ്വാൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു വെച്ചാൽ മതി. പ്ലാന്റ് ആൻഡ് മെഷീനറി, ബാങ്ക്, then rent, audit fees, printing. Rent, audit fee and printing. These are all other expenses. Furniture. Equity share capital, 60,000 equity shares of 10 each. So 6 lakh. Preference share capital, 3 lakh. 10% debentures, 1 lakh. Reserve fund, 80,000. Goodwill. Then debenture interest 5,000. Debenture interest already 5,000 കൊടുത്തിട്ടുണ്ട്. Depreciation on fixed asset 23,000. ഇത്രയാണ് ട്രയൽ ബാലൻസിൽ വരുന്ന ഐറ്റംസ്. Then adjustments, additional information. First item closing stock 32,000. അറിയാം, ട്രീറ്റ്മെൻറ്റ് അറിയാം. ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. അപ്പോൾ ഈ വർഷം വേജസ് 7,000 കൊടുക്കാൻ ബാക്കിയാണ്. അപ്പോൾ ഈ വർഷത്തെ വേജസിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറയുമ്പോൾ ആഡ് ചെയ്യുകയും ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും വേണം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അപ്പിയറിംഗ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ദി ബാലൻസ് ആഫ്റ്റർ ഓൾ ഇൻകം ടാക്സ് ലയബിലിറ്റീസ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2018. നമ്മുടെ ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വെച്ചിരിക്കുന്ന പ്രൊവിഷനാണ്. ആ എമൗണ്ട് കഴിഞ്ഞ വർഷത്തെ എല്ലാ ഇൻകം ടാക്സ് ലയബിലിറ്റിയും കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള എമൗണ്ട് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇനി നമുക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് ഈ വർഷത്തെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം ചെയ്യുമ്പോൾ. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് ഡ്യൂ ഫോർ 6 months. നമ്മൾ ഈ വർഷം ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 6 മാസത്തേക്ക് കൊടുക്കാൻ ബാക്കിയാണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നമുക്ക് ട്രീറ്റ് ചെയ്യാം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 50,000 ഫോർ ദി കറണ്ട് ഇയർ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 50,000 ആണ് കാണിക്കേണ്ടത്. ഇത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും വേണം. ഡയറക്ടേഴ്സ് പ്രൊപ്പോസ് എ ഡിവിഡൻഡ് ഓഫ് ₹3 per ഇക്വിറ്റി ഷെയർ. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് 60,000 ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്. അതിന് ₹3 വെച്ചിട്ട് 1,80,000 ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഡയറക്ടേഴ്സ്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് 20%. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഡിവിഡൻഡിന് 20% കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഈസ് 1 lakh. ഷെയർ ഓഫ് ₹10 each. നമ്മുടെ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 lakh ഷെയർസ് ഓഫ് 10 each. അങ്ങനെ 10 lakhs ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ്. ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടൊരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ. ഡയറക്ടേഴ്സ് പ്രൊപ്പോസ്ഡ് എ ഡിവിഡൻഡ് ഓഫ് 3 per ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുൻപ് പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുത്തേ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചെയ്ത് അതിനുശേഷം ടാക്സ് പ്രൊവിഷൻ ലെസ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇനി നമുക്ക് EPS കണ്ടുപിടിക്കണം. EPS കണ്ടുപിടിക്കുമ്പോൾ ആ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയല്ല വേണ്ടത്.
അപ്പോൾ അതിൽ നിന്നും ആദ്യം പ്രിഫറൻസിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുക. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണോ വരുന്നത് അത്രയും രൂപ ലെസ് ചെയ്യുക. അത് കഴിച്ച് കിട്ടുന്ന തുകയുണ്ടാവും. ആ എമൗണ്ടാണ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അതിനെയാണ് നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് EPS കിട്ടുക. ഓക്കെ, ഇനി നമുക്കിതിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലേക്കും പോകുന്നില്ല. പ്രധാനപ്പെട്ട നോട്ട്സ് മാത്രം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ഫിനാൻസ് കോസ്റ്റ്. അപ്പം അതിൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ട്രയൽ ബാലൻസ് പറയുന്നു 5,000 ഓൾറെഡി പേഡ്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 6 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഡിബഞ്ചറിൻ്റെ വാല്യൂ നോക്കിക്കോളൂ. 10% ഡിബഞ്ചേഴ്സ് ആണ്. 10% ഡിബഞ്ചേഴ്സ് ആണുള്ളത്. അത് 1 lakh rupees ആണ്. സോ 1 lakh ഇൻറ്റു 10% ഇൻറ്റു 6/12 6 മന്ത്സിലേക്കാണ്. സോ ഔട്ട്സ്റ്റാൻഡിങ് 5,000 വരും. സോ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഓൾറെഡി പെയ്ഡ് 5,000, ഔട്ട്സ്റ്റാൻഡിങ് 5,000, രണ്ടും കൂടെ ചേർത്ത് 10,000 ആണ് ഈ വർഷത്തെ മൊത്തം ഇൻട്രസ്റ്റ്. ഷെയർ ക്യാപിറ്റലാണ്. 2 തരത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഇക്വിറ്റി ഷെയർസും ഉണ്ട്, പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. അത് 10 lakhs ആണ്. ഇനി ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ അതിലാദ്യം 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each അങ്ങനെ 6 lakhs. 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 3 lakh. രണ്ടും കൂടെ ചേർത്ത് 9 lakh ആണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ടത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അടുത്തത് അതർ ഇക്വിറ്റി അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇപ്പം നമ്മുടെ ആദ്യത്തേത് റിസർവ് ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ നോക്കിയാൽ കാണാൻ പറ്റും. റിസർവ് ഫണ്ട് ഒരു 80,000 rupees ഉണ്ട്. 80,000 ട്രയൽ ബാലൻസിലുണ്ട്. പിന്നെ ഈ വർഷം അഡ്ജസ്റ്റ്മെൻറ്റിൽ റിസർവിലേക്ക് മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യണമായിരുന്നു. ഈ വർഷം മാറ്റാനൊന്നും പറയാത്തത് കൊണ്ട് റിസർവ് ഫണ്ട് കഴിഞ്ഞ വർഷമുള്ള 80,000 തന്നെയായിരിക്കും ഈ വർഷവും. ഇനി സർപ്ലസ് നമ്മുടെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഫോർ പ്രീവിയസ് ഇയർ 1,80,000 ആണ്. അതിൻ്റെ കൂടെ ഈ വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. ആഡ് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം 80,800 ആണ് ലഭിക്കുക. ആഡ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ട്രയൽ ബാലൻസിൽ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 3,000 തന്നിട്ടുണ്ട്. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നു കഴിഞ്ഞ വർഷം കൊടുക്കുവാനുള്ള മുഴുവൻ ടാക്സും കൊടുത്തതിന് ശേഷമുള്ള പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആണ് 3,000 രൂപ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി കൊടുക്കേണ്ടുന്നൊരു ബാധ്യതയില്ല. അത് നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ടാണ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൂടി ചേർത്താൽ പ്രോഫിറ്റ് വരുന്നത്, സർപ്ലസ് വരുന്നത് 2,63,800 ആണ്. അതിൽ നിന്നും ആദ്യം പ്രൊപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം. അങ്ങനെ 3 lakh rupees into 8% is equal to 24,000. അതിനുശേഷം ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കാം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 60,000 ഷെയർസ് ഇൻറ്റു ₹3 per share. സോ 1,80,000. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് 20% ആണ്. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്ന 24,000-നും ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്ന 1,80,000-നും കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് പേ ചെയ്യണം. സോ ടോട്ടൽ 1,80,000 പ്ലസ് 24,000 ഈസ് ഈക്വൽ ടു 2,04,000. സോ 2,04,000 ഇൻറ്റു 20%, ദാറ്റ് ഈസ് ഈക്വൽ ടു 40,800. അങ്ങനെ പ്രിഫറൻസ് ഡിവിഡൻറ്റും ഇക്വിറ്റി ഡിവിഡൻറ്റും കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും കൂടെ ചേർത്താൽ 2,44,800 വരും. അങ്ങനെ സർപ്ലസിൽ നിന്ന് അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ബാലൻസ് 19,000 ആണ്. സോ അതർ ഇക്വിറ്റി അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ടോട്ടൽ 80,000 മൈനസ് 19,000 ഈസ് ഈക്വൽ ടു
99,000. Okay, thank you.